നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സുവർണ ജൂബിലി നിറവിൽ ജില്ലാ കോൺഗ്രസ് മന്ദിരം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം. മന്ദിരം നിർമ്മിക്കാൻ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് നിസ്തുലമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. തിരുവാർപ്പ് സ്വാമി ക്ഷേത്രത്തിലെ 5ാം പുറപ്പാടിന് വൻ വരവേൽപ്പ്. ദിഗ്വിജയത്തിനിറങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തർ താലപ്പൊലിയേന്തി സ്വീകരിച്ചു. ബാലികമാരുടെ വിളക്കെടുപ്പും ഭക്തിസാന്ദ്രം. സ്വർണ്ണവില ലക്ഷത്തിലേക്ക് കുതിക്കുന്നു. ഒരു പവൻ സ്വർണത്തിന് 72,120 രൂപ, ഗ്രാമിന് 9,735. മാന്തുരുത്തിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. 3 പേർക്ക് പരിക്ക്. കാർ പൂർണ്ണമായി തകർന്നു. വാർത്തകൾ വിശദമായി. സുവർണ ജൂബിലി നിറവിൽ ജില്ലാ കോൺഗ്രസ് മന്ദിരം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് മന്ദിരം സുവർണ ജൂബിലി നിറവിൽ. 50 വർഷം മുൻപ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് DCC ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. 1.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 3 നിലകളിലുള്ള മന്ദിരം പണിതത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്ത് DCC ഓഫീസ് മന്ദിരം പണിയുന്നതിന് അന്നത്തെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പങ്ക് മറക്കാൻ കഴിയില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തിയായി പ്രേരക ശക്തിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഈ കെട്ടിടത്തിന് കാരണം 9 സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ടും സ്വന്തമായി ഒരു കെട്ടിടം നമുക്ക് ഇല്ലാതെ പോയതിലുള്ള ദുഃഖം ഈ കോട്ടയം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇത് മേടിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുക്കുമ്പോൾ അതിലും ഒരു പാറ പോലെ ഉറച്ചു നിന്നിട്ടുള്ള ശ്രീ PS ജോൺ, അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ശ്രീ PS ജോൺ, അന്ന് ഏക ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ കുര്യൻ ജോൺ, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് എല്ലാ പ്രവർത്തനവും നടത്തുന്നത്. DCC പ്രസിഡന്റ് നാടകം സുരേഷ് അധ്യക്ഷനായി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, ജോഷി ഫിലിപ്പ്, ടോമി കല്ലാനി, PS ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഇപ്പോഴുള്ള ഓഫീസിന് സമീപം പുതിയ മന്ദിരം നിർമ്മിക്കുമെന്നും DCC ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ 5ാം പുറപ്പാടിന് വൻ വരവേൽപ്പ്. ദിഗ്വിജയത്തിനിറങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തർ നിറപറയും നെൽവിളക്കും ഒരുക്കി സ്വീകരിച്ചു. ഗജവീരന്മാർ എഴുന്നള്ളത്തിന് പ്രൗഢിയേകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ബാലികമാർ വിളക്കേന്തി. കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ 5ാം പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. കൊടിയേറ്റ് മുതൽ ആറാട്ട് ദിവസം വരെ ഉത്സവത്തോടനുബന്ധിച്ച് ഒട്ടേറെ താന്ത്രിക കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടെങ്കിലും 5ാം പുറപ്പാട് എന്നറിയപ്പെടുന്ന ദിഗ്വിജയയാത്രയുടെ 1ാം ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ദേവീക്ഷേത്രം വരെ ഭഗവാൻ എഴുന്നള്ളിച്ചെന്ന് അവിടെ കൊടിനാട്ടി തിരിച്ചുവരുന്ന ചടങ്ങാണ് 5ാം പുറപ്പാട്. ഭഗവാൻ 4 ദിക്കിലും ചെന്ന് വിജയം വരിച്ചു മടങ്ങുന്നുവെന്നാണ് സങ്കല്പം. കീഴടക്കലിന്റെ പ്രതീകമായാണ് കൊടി നാട്ടുന്നത്. ഭാരതത്തിൽ ആദ്യം പള്ളി ഉണരുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 5ാം പുറപ്പാടാണ് ഇന്ന് നടക്കുന്നത്. ഭഗവാൻ പടിഞ്ഞാറ് വശത്തേക്കുള്ള ദേവീക്ഷേത്രത്തിലേക്ക് തൻ്റെ ദിഗ്വിജയത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ പടപ്പുറപ്പാടിനാണ് 5ാം പുറപ്പാട് എന്ന് പറയുന്നത്. ക്ഷേത്ര ചൈതന്യം ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഉത്സവത്തിൻ്റെ 6ാം ദിവസമാണ് 5ാം പുറപ്പാടായി ആഘോഷിക്കുന്നത്. 4 ദിക്കിലേക്കുമുള്ള പടപ്പുറപ്പാടിൻ്റെ ആദ്യത്തെ ദിനമാണ് ഇന്ന്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ 5ാം പുറപ്പാട് എത്തുന്നത്. അവിടെ ദിഗ്വിജയ കൊടി നാട്ടി ഭഗവാൻ ആ ദിക്കിനെ പിടിച്ചെടുത്തതായിട്ട് സങ്കല്പം. അങ്ങനെ 4 ദിക്കുകളും 4 ദിവസം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഉള്ളത്. വിളക്കെട എന്നറിയപ്പെടുന്ന വിളക്കെടുപ്പ് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രമുള്ള അപൂർവ വഴിപാടാണ്. ഒരിക്കൽ കൊടിയേറ്റ സമയത്ത് കൊടിക്കൂറ കൊടിമരത്തിലേക്ക് കയറുന്നില്ല. കാരണം അന്വേഷിച്ച് പ്രശ്നം വെച്ചപ്പോൾ ഗോപസ്ത്രീ സങ്കല്പത്തിൽ ഒരു പെൺകുട്ടി കത്തിച്ച് വിളക്കുമായി കൊടിമര ചുവട്ടിൽ വേണമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. ഈ സങ്കല്പത്തിലാണ് ഇന്നും തിരുവാർപ്പിൽ വിളക്കെടുപ്പ് നടക്കുന്നത്.
4-നും 10-നും ഇടയ്ക്ക് പ്രായമുള്ള ബാലികമാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവർ ഉത്സവത്തിന് 10 ദിവസം മുൻപേ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നു. 1-ാം ഉത്സവ ദിവസം മുതൽ 10 ദിവസം ബാലികമാർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീടുകളിൽ താമസിക്കും. അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് തലമുടി ഉച്ചിയിൽ കൊണ്ട കെട്ടുന്നു. കണ്ണെഴുതി ചന്ദനം കൊണ്ട് കുറിവരച്ച് വിവിധ നിറങ്ങളിലുള്ള കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തും. പിന്നീട് അലക്കി തേച്ച പുടവ തട്ടുടുത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീകോവിലിന് മുന്നിൽ എത്തും. കൊടിയേറ്റിന് മുൻപ് കൊടിമരത്തിന്റെ വടക്കുവശത്ത് ബാലികമാർ അണിനിരക്കും. ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കുന്ന വിളക്കാണ് തെളിയിക്കുന്നത്. 5, 7, 9 ക്രമത്തിലുള്ള തിരികൾ വിളക്കിലുണ്ട്. വള്ളത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ച മരക്കാലുകളോടുകൂടിയ വിളക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഉത്സവം കൊടിയേറിയാൽ കൊടിയിറങ്ങുന്നത് വരെയുള്ള പ്രധാന ചടങ്ങുകളിൽ വിളക്കേന്തിയ ബാലികമാരും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഒരു പവന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. സ്വർണ്ണവിലയിൽ ഇന്ന് വരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 9,015 രൂപയും 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 9,835 രൂപയുമാണ്. ഈ മാസം ഏറ്റവും കുറവ് സ്വർണ്ണവില രേഖപ്പെടുത്തിയത് ഏപ്രിൽ 8-നായിരുന്നു. അന്ന് പവന് 65,800 രൂപയും ഗ്രാമിന് 8,225 രൂപയുമായിരുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിച്ചതാണ് വില ക്രമാതീതമായി ഉയരാൻ കാരണം. മാന്തുരുത്തി കുരിശുകവലയ്ക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. മാന്തുരുത്തി കുരിശുകവലയ്ക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് അപകടമുണ്ടായത്. ചങ്ങനാശ്ശേരിക്ക് പോയ സ്വകാര്യ ബസും വാഴൂർ ഭാഗത്തേക്ക് വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. പാമ്പാടി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഗതാഗത കുരുക്കിൽ കിടന്ന വാഹനങ്ങൾ മാറ്റി. അപകടത്തെ തുടർന്ന് കറുകച്ചാൽ പോലീസ് സ്ഥലത്തെത്താൻ താമസിച്ചത് തർക്കത്തിന് വഴിവെച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ ജനറൽ ആശുപത്രിയിൽ മരുന്നു ക്ഷാമമെന്ന് ആക്ഷേപം. ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇവിടെ നിന്നും മരുന്ന് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ഭൂരിഭാഗം മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങി വരുവാൻ ആവശ്യപ്പെടുന്നതായും ആക്ഷേപമുണ്ട്. പാലാ ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മരുന്നുകൾ നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപം. കൈകാലുകളിലെ മുറിവുകൾ വെച്ച് കെട്ടാൻ ആവശ്യമായ മരുന്നുകൾ പോലും പുറത്തുനിന്ന് വാങ്ങി നൽകുവാനാണ് ആവശ്യപ്പെടുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വരുന്നവരെ പോലും മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യുകയാണ് ഇപ്പോൾ. പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ പ്രവർത്തനം നടത്തുന്നുവെന്നാണ് ആരോപണം. സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടതും മതിയായ ഡോക്ടർമാരില്ലാത്തതിലും മരുന്നുകളുടെ രൂക്ഷമായ ക്ഷാമത്തിലും നോക്കുകുത്തിയായി നൽകുകയാണ് ഇപ്പോൾ ആശുപത്രി വികസന സമിതിയും. ജനറൽ ഹോസ്പിറ്റലിലെ ശോചനീയ അവസ്ഥകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം സമർപ്പിച്ചതായും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് തയ്യിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ദേശീയ പുരസ്കാരം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. പരമ്പരാഗതമായ പദ്ധതികൾക്കൊപ്പം നൂതന പദ്ധതികളും ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്ത വികസന പദ്ധതികളുടെയും പ്രോജക്ടുകളുടെയും അടിസ്ഥാനത്തിൽ നൽകുന്ന പുരസ്കാരമാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം. ഇത്തവണത്തെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ദേശീയ പുരസ്കാരത്തിന് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അർഹമായി. ഈ അവാർഡിനായി കോട്ടയം ജില്ലയിൽ നിന്നും ചിറക്കടവ് പഞ്ചായത്ത് മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പരമ്പരാഗത പദ്ധതികൾക്കൊപ്പം നൂതന പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത്. നൂതന പദ്ധതി പ്രവർത്തനങ്ങൾക്കും ശുചിത്വ കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ചിറക്കടവ് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഭരണഘടനാ സാക്ഷരതാ യജ്ഞം, ദൃശ്യം ഫെസ്റ്റിവൽ തുടങ്ങിയ നൂതന പദ്ധതികൾ പുരസ്കാരം ലഭിക്കുന്നതിന് തുണയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. പരമ്പരാഗത പദ്ധതികൾക്കൊപ്പം കാലഘട്ടത്തിന് അനുസൃതമായ നൂതന പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാരം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. ഭരണഘടനാ സാക്ഷരതാ യജ്ഞം, ദൃശ്യം മെഗാ ഫെസ്റ്റിവൽ, കാതൽ പ്രാതൽ, കുട്ടികൾക്കുള്ള കായിക പരിശീലനം തുടങ്ങി നിരവധിയായ നൂതന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി മാതൃകാപരമായ രീതിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംഘടിപ്പിച്ചതിനുള്ള പ്രത്യേക പുരസ്കാരവും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഈ 2 പുരസ്കാരങ്ങളും ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു.
തൃശൂരിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NT ശോഭന, അംഗങ്ങളായ അമ്പിളി ശിവദാസ്, ശ്രീലത സന്തോഷ്, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. VPMS കാഞ്ഞിരപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ പ്രതിനിധി സമ്മേളനവും പഠന ക്ലാസും ഇളംകുളത്ത് നടന്നു. NSS കരയോഗം ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി N സുഗതൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് TD സുനിൽ അധ്യക്ഷനായി. PN ഷാജി, സുനിൽ കുമാർ TN, കുഞ്ഞുമോൻ കൂരോപ്പട, PG രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സമൂഹത്തിന്റെ, ഈ രാജ്യത്തിന്റെ ഉന്നമനം എന്ന് പറയുന്നത് ആരെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഉന്നമനം സാധ്യമാവൂല. പക്ഷേ ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ പ്രതിസന്ധികൾ ഇപ്പോഴും നമ്മൾക്ക് മുമ്പിലുണ്ട്. മുൻപുണ്ടായിരുന്നത് തൊട്ടുതീണ്ടായ്മയും ഈ പറഞ്ഞ സാമുദായികമായ സാമ്പത്തികമായിട്ടുള്ള ഒരു അവഗണനയിലായിരുന്നുവെങ്കിൽ അതിന്റെ രൂപം മാറി, സ്വഭാവം മാറി. അന്ന് നമ്മുടെ എടുത്തിരുന്ന ടാക്ടിക്സും നമ്മുടെ സ്ട്രാറ്റജിയും ഒന്നും ഇന്ന് വർക്കൗട്ട് ആവില്ല. അവാർഡുകളുടെ തിളക്കത്തിൽ പാലാ അൽഫോൻസ കോളേജ്. ലോക വിദ്യാഭ്യാസ കോൺഗ്രസ് അവാർഡ് കൂടാതെ പാലാ നഗരസഭയിലെ ഹരിത കലാലയമായും അൽഫോൻസ കോളേജ് തെരഞ്ഞെടുക്കപ്പെട്ടു. അവാർഡുകളുടെ തിളക്കത്തിൽ പാലാ അൽഫോൻസ കോളേജ്. ലോക വിദ്യാഭ്യാസ കോൺഗ്രസ് അവാർഡും അൽഫോൻസ കോളേജിന് ലഭിച്ചു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകുന്ന അവാർഡാണിത്. അക്കാദമിക് രംഗത്തും കായിക രംഗത്തും സാമൂഹിക രംഗത്തും അൽഫോൻസ കോളേജ് നൽകിയ വലിയ സംഭാവനകളെ പരിഗണിച്ചാണ് ഈ അവാർഡ് കോളേജിന് ലഭിച്ചത്. പാലാ നഗരസഭയിലെ ഹരിത കലാലയമായും അൽഫോൻസ കോളേജ് തിരഞ്ഞെടുക്കപ്പെട്ടു. സീറോ ഫുഡ് വേസ്റ്റ് സംവിധാനം, വെർമി കമ്പോസ്റ്റ്, ഓർഗാനിക് ഫാമിംഗ്, പ്ലാസ്റ്റിക് രഹിത കലാലയം എന്നിവയെല്ലാം അവാർഡ് കരസ്ഥമാക്കാൻ കോളേജിനെ സഹായിച്ചു. വിവിധ രംഗങ്ങളിൽ ഒട്ടേറെ നേട്ടങ്ങളാണ് കോളേജ് സ്വന്തമാക്കിയത്. NAC 5th സൈക്കിൾ A+ ഗ്രേഡ്. വർഷങ്ങളായി MG യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകളും A+കളും കോളേജിന് സ്വന്തമാണ്. MG യൂണിവേഴ്സിറ്റി മികച്ച NSS യൂണിറ്റിനുള്ള മോസസ് അവാർഡും കോളേജിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച NSS ഫ്രണ്ട്ലി പ്രിൻസിപ്പൽ, മികച്ച പ്രോഗ്രാം ഓഫീസർ, മികച്ച NSS വോളണ്ടിയർ എന്നീ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും നല്ല കായിക കോളേജായും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന കോളേജിനെ കോളേജ് രക്ഷാധികാരി മാർ ജോസഫ് കലറങ്ങാട്, മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് തടത്തിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ, വൈസ് പ്രിൻസിപ്പൽമാരായ സിസ്റ്റർ ഡോക്ടർ മിനിമൽ മാത്യു, സർ ഡോക്ടർ മഞ്ജു എലിസബത്ത് കുരുവിള, പരസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാൽ എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിംഗ് ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ NSDC വഴിയുള്ള NCVET സർട്ടിഫിക്കറ്റാണ് കോഴ്സിലൂടെ ലഭിക്കുന്നത്. +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 9495999731. പാലാ മാർസ്ലീവ മെഡിസിറ്റിയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ പ്രീ ലേണിംഗ് സ്ക്രീനിംഗ് ക്ലിനിക്ക് വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ നടത്തുന്നു. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. കുട്ടികളുടെ പഠന കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്ലിനിക്കിൽ ലഭിക്കും. മാസം തികയാതെ ജനിച്ച കുട്ടികളുടെ കഴിവുകളിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിനും അവസരമുണ്ട്. വിദഗ്ധ ഡോക്ടർമാരും പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളും നേതൃത്വം നൽകും. രജിസ്ട്രേഷന് 8281699263 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുവർണ ജൂബിലി നിറവിൽ ജില്ലാ കോൺഗ്രസ് മന്ദിരം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം. മന്ദിരം നിർമ്മിക്കാൻ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് നിസ്തുലമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. തിരുവാർപ്പ് സ്വാമി ക്ഷേത്രത്തിലെ 5ാം പുറപ്പാടിന് വൻ വരവേൽപ്പ്. ദിവ്യജലത്തിനിറങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തർ താലപ്പൊലിയേന്തി സ്വീകരിച്ചു. ബാലികമാരുടെ വിളക്കെടുപ്പും ഭക്തിസാന്ദ്രം. സ്വർണ്ണവില ലക്ഷത്തിലേക്ക് കുതിക്കുന്നു. 1 പവൻ സ്വർണത്തിന് 72,120 രൂപ, ഗ്രാമിന് 9,835. മാന്തുരത്തിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. 3 പേർക്ക് പരിക്ക്. കാർ പൂർണ്ണമായി തകർന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.